പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സ്വന്തമായി ദിക്റ് ചൊല്ലുമ്പോൾ എണ്ണം പിടിച്ച് ചൊല്ലാമോ? എണ്ണം പിടിച്ച് ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതെണ്ണം പിടിച്ച് ചൊല്ലാം. ഇപ്പോൾ നമസ്കാര ശേഷം 33 തവണ തസ്ബീഹ്, 33 തവണ തഹ്മീദ്, 33 തവണ തക്ബീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി 100 തേക്കത് എണ്ണം പിടിച്ച് ചൊല്ലേണ്ട തസ്ബീഹാണ്. അതോരോരുത്തർ സ്വന്തമായിട്ട് നിർവഹിക്കണത് എണ്ണം പിടിച്ച് ചൊല്ലാം. ഇതേപോലെ എണ്ണം പിടിച്ച് ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, അതേപോലെ തസ്ബീഹ് 100 തവണ നിർവഹിക്കുവാൻ അറിയിച്ചുള്ള ഹദീസ്. എണ്ണം പിടിച്ച് ചെല്ലേണ്ട ദിക്റുകളുണ്ട്. അത്തരം ദിക്റുകളെ എണ്ണം പിടിച്ച് ചെല്ലാവുന്നതാണ്. അതല്ലാത്ത ദിക്റുകൾ അതിലിപ്പോൾ എണ്ണം പിടിച്ചോളുന്നില്ല. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കരണീയമായ 4 വചനങ്ങളാണ്. അപ്രകാരം ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളാണ്. അന്ത്യനാളിൽ പരലോകത്ത് മോക്ഷമേകുന്ന, പരലോകത്ത് മനുഷ്യനെ നന്മ നയിക്കുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കലിമത്തുകളാണ് ഈ 4 വചനങ്ങൾ. അതൊന്നും എണ്ണം പിടിച്ച് ചൊല്ലിക്കൊള്ളുന്നില്ല. അത് എത്രയാണോ അത്ര. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഹൗഖല അല്ലെങ്കിൽ ഹഖ്വല എന്ന ദിക്ർ. അത് സ്വർഗത്തിലെ കെൻസാണ്, നിധി, സ്വർഗത്തിലെ ബാബാണ്, സ്വർഗത്തിലെ സിമാറാണ് എന്നൊക്കെ ഹദീസിലുണ്ട്. സ്വർഗത്തിലെ കവാടാണ്, സ്വർഗത്തിലെ കനിയാണ്, സ്വർഗത്തിൽ നിധിയാണ് എന്നൊക്കെ അറിയിക്കുന്നത്. അതൊക്കെ എത്രയാണോ അത്ര നിർവഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ എണ്ണം പിടിച്ച് ചെല്ലേണ്ട ദിക്റുകൾ, ഇപ്പോൾ ഒരാൾ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പാപങ്ങൾ സമുദ്രത്തിലെ പതകൾക്കും നുരകൾക്കും തുല്യമാണെങ്കിലും അത് പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് 100 തവണ എണ്ണം പിടിച്ച് ചെല്ലുക. ഇതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ രാവിലെ 10 തവണ ചെല്ലാൻ, വൈകുന്നേരം 10 തവണ ചെല്ലാൻ, അതേപോലെ ഇത് 100 തവണ ചെല്ലാൻ എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ എണ്ണം പിടിച്ച് അത് ചെല്ലുക എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. എണ്ണം പിടിച്ച് ചൊല്ലേണ്ട ദിക്റുകൾ എണ്ണം പിടിച്ച് ചെല്ലുക. ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക്, അതേസമയം എണ്ണം പിടിക്കാതെ മൊത്തത്തിൽ പറഞ്ഞവ ആ വിധം നിർവഹിക്കുക എന്നുള്ളതാണ്. രാത്രിയിൽ ഉറക്കമുണർന്ന് നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞില്ലേ, 10 തവണ തക്ബീർ എല്ലാം പറഞ്ഞ്, 10 തവണ തഹ്മീദ് അൽഹംദുലില്ലാഹ് ചെല്ലാൻ പറഞ്ഞ്, 10 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചെല്ലാൻ പറഞ്ഞു, 10 തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് ചെല്ലാൻ പറഞ്ഞു, പിന്നെ 10 തവണ അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ 10 തവണ വീതം. തക്ബീർ, തഹ്മീദ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, അതേപോലെ അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 തവണ വീതാണ്. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദീഖിദ് ദുനിയ വദീഖി യൗമിൽ ഖിയാമ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കാരം തുടങ്ങിയിരുന്നത് എന്ന ഹദീസിൽ കാണാം. അപ്പം ഇങ്ങനെ എണ്ണം പിടിച്ച് ദിക്ർ ചൊല്ലിയതിനെ എണ്ണം പിടിച്ച് ദിക്റല്ല, അതില്ലാത്തത് മൊത്തത്തിൽ. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം. അപ്പോൾ അതിൽ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എണ്ണം പിടിക്കാൻ വേണ്ടി നമുക്ക് ആധുനിക രീതിയിലുള്ള മെഷീനോ അല്ലെങ്കിൽ തസ്ബീഹ് മാലകൾ ഉപയോഗിക്കാൻ പറ്റുമോ? എണ്ണം പിടിച്ച് ദിക്ർ ചെല്ലുക എന്നുള്ളത് ഇപ്പം നമ്മളിവിടെ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. എന്നാൽ എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് മാല ഉപയോഗിക്കുക, മിസ്ബഹ അല്ലെങ്കിൽ തസാബീഹ് എന്നൊക്കെ പറയുന്ന മാല, അല്ലെങ്കിൽ കല്ലോ കുരുവൊക്കെ പെറുക്കി
വെച്ചിട്ടുള്ള എണ്ണം പിടിക്കൽ, അത് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ ഈ മാല ഉപയോഗിക്കലുണ്ടല്ലോ, തസ്ബീഹ് മാല, അത് ഇസ്ലാമിന് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്. ഇസ്ലാമിന് മുമ്പുള്ള അറബികൾക്ക് പരിചയമില്ലാത്തതാണ്. ഇസ്ലാമിന് മുമ്പ് പറഞ്ഞാൽ അറബികൾക്ക് പരിചയമല്ല. നബിയുടെ കാലത്തും സഹാബത്തിൻ്റെ കാലത്തും ഈ മാല ഉപയോഗിച്ചുള്ളതായ ദിക്റുകൾ അത് പരിചയമല്ല. ജപമാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാല അത് ക്രൈസ്തവർ അവരുടെ സലവാത്തുർ റബ്ബ്, അതേപോലെ അസ്സലാമുൽ മറിയമി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചില ജപങ്ങളുണ്ട്. അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മാല ഉണ്ടായിരുന്നു ക്രൈസ്തവർക്ക്. അതേപോലെ തന്നെ ഹൈന്ദവർ, അവരിൽ ശിവഭക്തരുണ്ട്, വിഷ്ണു ഭക്തരുണ്ട്, അവർക്കൊക്കെ ജപമാല ഉണ്ട്. നിർണിത എണ്ണം മാലമണികളാൽ വിഷ്ണു ഭക്തർക്ക്, അതേപോലെ ശിവഭക്തർക്കൊക്കെ ജപമാല ഉണ്ടായിരുന്നു. 86, അതേപോലെ തന്നെ 112, 13 ഇങ്ങനെ മാലമണികളുടെ എണ്ണത്തിൽ ഒരു പ്രത്യേക ജപമാല. ഇത് ഹൈന്ദവരുടെ വിശ്വാസ വിഷയങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് ഈ ജപമാലകളുടെ ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ബുദ്ധന്മാർക്ക് ജപമാല ഉണ്ടായിരുന്നു. എന്നാൽ അറബികൾക്ക് ഈ ഒരു പതിവുണ്ടായിരുന്നില്ല, ഈ ജപമാല ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ മാല ഉപയോഗിച്ച് അതിലെ മണികൾ കൊണ്ട് എണ്ണം പിടിച്ചിട്ടുള്ളതായ ജപങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും സഹാബികളുടെ കാലഘട്ടത്തിലും ഇതുണ്ടായിരുന്നില്ല. എന്നാൽ ദിക്ർ ചൊല്ലുവാൻ എണ്ണം പിടിച്ചിരുന്നത് കല്ലുകൾ പെറുക്കി വെച്ചിട്ട്, അതേപോലെ തന്നെ ഈ ധാന്യമണികൾ, വിത്തുകൾ പെറുക്കി വെച്ചിട്ടുള്ളതായ എണ്ണം പിടിക്കുന്ന രീതി ചിലർക്കുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഈ സഹാബ വനിതകൾ ഇങ്ങനെ ഈ ധാന്യമണികൾ എടുത്തു വെച്ച് പെറുക്കി വെച്ച് അതുകൊണ്ട് എണ്ണം പിടിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീകളോട് വസിയത്ത് ചെയ്തത്, ഇജഅൽനഹ ബിൽ അനാമിൽ, അല്ലെങ്കിൽ ഉഖദ്നഹ ബിൽ അനാമിൽ, നിങ്ങൾ വിരൽ തുമ്പുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ പറഞ്ഞു, കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ദിക്റുകൾ വിസ്മരിക്കരുത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് നഷ്ടമാകും. നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക, കാരണം ഫൈനഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്ത്, വിരലുകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നവ, വിരലുകളോടാണ് സംസാരിക്കാൻ ആവശ്യപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ചോളിന്നാണ്. അപ്പോൾ ഈ ധാന്യ കുരു അതുപയോഗിച്ചിട്ട് എണ്ണം പിടിച്ചിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വേണ്ട, കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. മനസ്സിലായോ? കല്ല് പെറുക്കി വെച്ചിട്ട് എണ്ണം പിടിക്കുക എന്നുള്ള രീതി ആളുകൾക്ക് ഉണ്ടായിരുന്നു സഹാബികളുടെ കാലഘട്ടത്തിൽ. പക്ഷേ അബ്ദുള്ള ഇബ്നു മസ്ഊദും അബൂ മൂസൽ അശ്അരിയും കൂഫയിലെ പള്ളിയിൽ ഇങ്ങനെ കല്ല് പെറുക്കി വെച്ചിട്ട് എണ്ണം പിടിക്കുന്നതിനെ എതിർക്കുകയും അവരോട് കർക്കശമായ വിഷയത്തിൽ വർത്തിക്കുകയും ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ കല്ല് പെറുക്കി വെച്ചിട്ട് എണ്ണം പിടിക്കുന്നതും അതേപോലെ തന്നെ കുരു പെറുക്കി വെച്ച് എണ്ണം പിടിക്കുന്നതും അങ്ങനെ ദിക്റിന് എണ്ണം പിടിക്കുന്നതിനെ ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജപമാല എന്ന് പറയുന്നതായ, അല്ലെങ്കിൽ തസ്ബീഹ് മാല എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ അറിവില്ല, അത് പിൽക്കാലങ്ങളിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാനാണ്. ജപമാല അല്ലെങ്കിൽ തസ്ബീഹ് മാല എന്ന പേരിൽ അറിയപ്പെടുന്നതായി ഈ മാല അത് മറ്റു മതക്കാരുടേതാണ്, അത് മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ അത് ഈ ആധുനികതയിൽ ചില യന്ത്രങ്ങളായി എണ്ണം പിടിക്കാൻ, ചിലരുടെ അടുക്കൽ ഇപ്പോൾ ഒരു തരം മോതിരാണ്, അതിലാണ് എണ്ണം പിടിക്കുന്നത്. അതൊക്കെയും നമ്മൾ പഠിപ്പിക്കപ്പെട്ടതോ നമ്മളോട് കൽപ്പിക്കപ്പെട്ടതോ അല്ല. യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ കൈവിരലുകൾ കൊണ്ട്, മുസ്ലിമീങ്ങൾ പണ്ട് കാലം മുതൽ ശീലിച്ച ഒരു രീതിയുണ്ട്, കൈവിരലുകൾ കൊണ്ട് തസ്ബീഹിന് ദിക്റുകൾക്ക് എണ്ണം പിടിക്കുക എന്നുള്ളത്. ആ ഒരു രീതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിച്ചു. അതിൻ്റെ ഒരു ഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിൽ പരിമിതപ്പെടുകയാണ് വേണ്ടത്. അല്ലാഹു ആലം. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള
ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.